മോദിക്കിപ്പോൾ തിരിച്ചടികളുടെ പരമ്പരയാണ്. ഗോഡി മീഡിയ മോദി സ്തുതി പാടി രാജ്യത്ത് മോദിയെ ഉത്തുംഗ ശൃംഗത്തിൽ കൊണ്ടിരുത്തി വാനോളം പുകഴ്ത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോഴിതാ ഗോദി മീഡിയയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ തന്നെ ഒരു സർവേ ഇപ്പോൾ പുറത്തു വരികയാണ്. ഗോഡി മാധ്യമങ്ങൾക്ക് മോദി സർക്കാരിനും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ സർവേ. പ്രമുഖ ഗോദി അവതാരകയായ റൂബിക ലിയാഖത്ത് എക്സിൽ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഞെട്ടിക്കുന്ന ഫലമാണ് പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2026 മോദി സർക്കാരിൻ്റെ ബജറ്റ് എങ്ങനെയായിരുന്നുവെന്ന് റൂബിക തൻ്റെ അനുയായികളോട് പ്രേക്ഷകരോട് ചോദിച്ചു. അതിശയകരമായ മികച്ച പ്രതികരണം പ്രതീക്ഷിച്ചെങ്കിലും പകരം വന്നതോ സർക്കാരിനെതിരെ കഠിനമായി ഞെട്ടിക്കുന്ന വിമർശനമാണ്. റൂബിക ലിയാഖത്ത് ചോദിച്ച ചോദ്യങ്ങളോട് പ്രതികരിച്ചവരിൽ 85% പേർ ബജറ്റ് വളരെ മോശമാണെന്ന് പറഞ്ഞു. ഏകദേശം 15% പേർ മാത്രമാണ് നല്ലതാണെന്നും ശരിയാണെന്നും ദീർഘവീക്ഷണമുള്ളതാണെന്നും പറഞ്ഞത്. റൂബികയ്ക്ക് എക്സിൽ 5 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ളതിനാൽ ഈ ഫലം മോദിക്ക് തന്നെ തിരിച്ചടിയായി കഴിഞ്ഞു. ഗോദി മീഡിയയിൽ അവരിൽ ഭൂരിഭാഗവും അറിയപ്പെടുന്ന മോദി പിന്തുണക്കാരായി ആണ്. ഈ അന്തർനിർമ്മിത നേട്ടമുണ്ടായിരുന്നിട്ടും മോദി സർക്കാരിനെ വൻതോതിൽ സർവേയിൽ നിരസിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം. സത്യം അംഗീകരിക്കാൻ കഴിയാതെ ഏകോപിത ഓൺലൈൻ ആക്രമണം എന്ന് വിളിച്ചുകൊണ്ട് റൂബിക ഫലം തള്ളിക്കളയാൻ ശ്രമിച്ചു. എന്നാൽ യാഥാർത്ഥ്യം ലളിതമാണ്. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർ മോദിയുടെ വ്യാജ വിവരണങ്ങൾ, പൊള്ളയായ ബജറ്റുകൾ, പ്രചരണം ഒക്കെ തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു രോക്ഷം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. അവർ നടത്തിയ ഈ സർവേ ഇത് ഒരു പരാജയ സർക്കാരിന് നേരെയുള്ള ഒരു കണ്ണാടിയാണ് എന്നതാണ് വെളിവാകുന്നത്. ഇവരുടെ ചോദ്യങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് അനുകൂല പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ച അവർക്ക് വൻ തിരിച്ചടി സംഭവിക്കുകയായിരുന്നു. ABP ന്യൂസിലൂടെ BJPക്ക് വേണ്ടി വിടുപണി ചെയ്ത് മോദി സ്തുതി ന്യൂസ് മാത്രം പ്രചരിപ്പിക്കുന്ന റൂബിക ഈ ഫലം ഒട്ടും പ്രതീക്ഷിച്ചതേയല്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് അവർ മോദിയുമായി നടത്തിയ ഒരു അഭിമുഖം സ്വയം പുകഴ്ത്തി ദൈവിക പരിവേഷം സ്വയം എടുത്തണങ്ങുന്ന മോദിയെ അതിൽ കണ്ടു. ദൈവം തന്നെ നേരെ ഭൂമിയിലേക്ക് അയച്ചതാണ്, ഈ ലോകത്തെ മുഴുവനായും രക്ഷിക്കുന്നതിനായി അവതാരമെടുത്തതാണ് താൻ, ഇതും പുറത്തുവിട്ടത് ഈ ഗോദി മീഡിയ ആണ് എന്നത് ഓർക്കണം. ഇങ്ങനെ മോദിയെ പ്രവാചക ദൗത്യദായകനെന്ന് വരുത്തി തീർക്കാൻ ഗോദി മീഡിയ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സർവേ ഫലം അതീവ തിരിച്ചടിയായി ചർച്ച ചെയ്യപ്പെടുന്നത്. 11 വർഷമായി രാജ്യത്തെ നയിക്കുന്നു എന്ന് പറയുന്ന മോദിയുടെ പരാജയം ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പരമാർത്ഥം. കൊട്ടിഘോഷിക്കപ്പെട്ട 2026 കേന്ദ്ര ബജറ്റ് രാജ്യത്തിൻ്റെ ഗതി തിരുത്താൻ സമ്മതിക്കാത്ത ബഡ്ജറ്റാണ് എന്നും രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് നേരെ കേന്ദ്രം കണ്ണടച്ചുവെന്നും കേന്ദ്ര ബജറ്റിൽ ഇന്ത്യ നേരിടുന്ന തൊഴിലില്ലായ്മ അടക്കമുള്ള സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരമില്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതടക്കം ഈ സർവേയിൽ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. മുൻപ് ഉപയോഗിച്ച മിഷൻ മോഡ് എന്നത് ഇപ്പോൾ വെറും ചലഞ്ച് റൂട്ട് മാത്രമാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് പകരം വെല്ലുവിളികൾക്ക് മുന്നിൽ പതറുകയാണ് മോദി സർക്കാർ എന്നും കോൺഗ്രസ് പറയുന്നു. മേക്ക് ഇൻ ഇന്ത്യ എവിടെയാണെന്നും ചോദിച്ചു. ഈ പരാജയങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കെൽപ്പില്ലാതെ, പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ കെൽപ്പില്ലാതെ മറഞ്ഞിരുന്ന് മോദി ഓടി ഒളിച്ചതിനെ ചോദ്യം ചെയ്ത പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ രാജ്യസഭയിൽ പ്രത്യക്ഷപ്പെടുകയും കോൺഗ്രസിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ശ്രമം മോദി നടത്തി. പാർലമെൻറ്റിൽ പ്രതിപക്ഷമുയർത്തിയ MM നരവനയുടെ പുസ്തകവും എപ്സ്റ്റീൻ ഫയലും അമേരിക്കയോടുള്ള വിധേയത്വവും അദാനി അഴിമതി കേസുമടക്കം ഉയർത്തി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മോദിക്ക് മറുപടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ബഡ്ജറ്റ് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ തകർത്ത എന്ന ഈ മോദി പരാജയം നിലനിൽക്കുമ്പോഴാണ് റൂബിക ലിയാഖത്തിൻ്റെ സർവേ ഫലം പ്രാധാന്യം അർഹിക്കുന്നത്. 4 ചോദ്യങ്ങളാണ് റൂബിക ഉയർത്തിയത്. ബഡ്ജറ്റ് വളരെയേറെ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ 3% മാത്രമേ ഉള്ളൂ. നല്ലതെന്ന് പറഞ്ഞത് വെറും 4.9% പേരാണ്. കുഴപ്പമില്ല എന്ന് രേഖപ്പെടുത്തിയത് 5.4%. വളരെ മോശമെന്ന് പറഞ്ഞത് 83.4% എന്നത് ഓർക്കണം. വെറും 16% മാത്രമാണ് മോദിക്ക് അനുകൂലമായി നിന്നത് എന്നത് മറക്കരുത്. ഈ എക്സ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ആളുകൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന വിവേകമതികളായ വിചിന്തനം നടത്തുന്ന ഉയർന്ന ചിന്തകരാണ്.
അവരിൽ നിന്നാണ് ഇപ്പോൾ ഈ അഭിപ്രായ സർവേ എടുത്തിട്ടുള്ളത്. അവർ ഇതിനെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ സാധാരണക്കാരായ ദരിദ്രരുടെ അഭിപ്രായം വിലയിരുത്തൽ പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ രാജ്യത്ത് മോദിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു യഥാർത്ഥ സ്പന്ദനമാണ് ഇത് എന്ന് വേണം കരുതാൻ. രാജ്യത്ത് പ്രധാനമന്ത്രിയേക്കാൾ ഇപ്പോൾ ജനം വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. രാഹുൽ ഗാന്ധി മോദിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ നിരന്തരം പോരാട്ടങ്ങളിലാണ് എന്നത് ഓർക്കണം. രാജ്യത്തുടനീളം ഓടി നടന്ന് തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ BJPയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ അദ്ദേഹം പ്രയത്നിക്കുമ്പോൾ അത് ജനം തിരിച്ചറിയുന്നു എന്ന് വേണം കരുതാൻ. മോദി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നൽകാതെ മൈക്ക് ഓഫ് ചെയ്തും സഭ നിർത്തിവെച്ചും ഭരണപക്ഷം ഭയചകിതരായി ഓടി ഒളിക്കുന്ന സാഹചര്യം പലപ്പോഴും അവിടെ അരങ്ങേറി. ഇത് ജനാധിപത്യ ധ്വംസനം എന്നും മോദിയുടെ സ്വേച്ഛാധിപത്യ പ്രവണതയാണ് എന്നുമാണ് പ്രതിപക്ഷം ഒറ്റസ്വരത്തിൽ പ്രതികരിച്ചത്. അവകാശങ്ങളെ നിഷേധിക്കുന്ന, അഭിപ്രായങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഭരണത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മോദിയുടെ ഭരണത്തിൽ പരാജയം പൂർണ്ണമായി കഴിഞ്ഞു. ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും തിരിച്ചടികൾ മോദിക്ക് തലവേദന നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ഭരണപക്ഷത്തെ സഖ്യകക്ഷികൾ തന്നെയും തൻ്റെ വളർച്ചയുടെ പന്താവായ RSS പോലും മോദിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. മോദിയുടെ കാലം കഴിഞ്ഞു. BJP മറ്റൊരു വ്യക്തിക്കായി നീങ്ങിക്കഴിഞ്ഞു. പ്രതാപവും പ്രഭാവവും നഷ്ടപ്പെട്ട മോദി അധികാരത്തിൽ നിന്നും നിഷ്കാസ്തനായി രാജ്യത്തിൻ്റെ നിയമം മോദിക്ക് കുരുക്കുമായി എന്നതുകൊണ്ടാണ് മോദി ഏത് വിധേനയും അധികാരം നിലനിർത്താൻ ചതിക്കുഴികൾ രാജ്യത്ത് തീർക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന ഗൂഢലക്ഷ്യം ട്രംപിനെ പ്രീണിപ്പിച്ചു നിർത്തുകയും അധികാരം നഷ്ടപ്പെട്ടാൽ ഓടിയൊളിക്കാൻ അമേരിക്ക ഒരു അഭയ കേന്ദ്രമാക്കാനുമുള്ള ശ്രമമാണോ അമേരിക്കൻ വിധേയത്വം എന്നത് സംശയം ഉയർത്തുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം മോദിയുടെ ഭാവി എന്ത് എന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.